ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു. ശീലാസും തിമത്തിയോസും മക്കെദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യൂസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കൈകേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. പൗലോസ് സിനഗോഗിൽ പോയി യഹൂദന്മാരോട് സംസാരിച്ചു, അവരെ സമ്മതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവരുമായി അവരുടെ തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തി താൻ സംവദിച്ചു. അവരുടെ സംശയങ്ങൾക്ക് താൻ ഉത്തരം പറഞ്ഞു. യേശുവാണ് ക്രിസ്തു അല്ലെങ്കിൽ മശിഹ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഇത് ചില ആഴ്ചകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തിമത്തിയോസും ശീലാസും അവിടെ വന്നു. ഇതിനിടയ്ക്ക് പൗലോസിന് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ വന്ന് ഇവിടെ മിണ്ടാതിരിക്കരുത്, ഇവിടെ പ്രസംഗിക്കണം, അതായത് കൊരിന്തിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് തൻ്റെ ശുശ്രൂഷ തുടരുകയായിരുന്നു. തിമത്തിയോസും ശീലാസും വന്നപ്പോൾ താൻ അധികം ശുഷ്കാന്തിയോടുകൂടെ തൻ്റെ പ്രവർത്തനം തുടർന്നു. യഹൂദന്മാരുടെ എതിർപ്പ് എല്ലായിടത്തെയും എന്ന പോലെ ഇവിടെയും തുടർന്നു. അവർ അനേക ആഴ്ച ദൈവവചനം കേട്ടെങ്കിലും അവർ യേശുവിനെ ദുഷിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അർത്ഥം പൗലോസ് പറഞ്ഞ സുവിശേഷ സന്ദേശം അവർ തിരസ്കരിച്ചു. അതിൻ്റെ ഫലമായി പൗലോസ് തൻ്റെ വസ്ത്രം കുടഞ്ഞ് ദൈവവചനം തള്ളിക്കളഞ്ഞതുകൊണ്ടുണ്ടാകാവുന്ന എല്ലാ ദോഷങ്ങൾക്കും അവർ വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല, അവർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് താൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. ജാതികളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ യഹൂദന്മാർക്ക് മാത്രമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ തിരസ്കരിച്ചതുകൊണ്ട് ഈ അനുഗ്രഹം മുഴുവൻ ജാതികളിലേക്ക് വരും എന്നാണ്. ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നാണല്ലോ. അപ്പോൾ യഹൂദന്മാരോട് ആദ്യം പറഞ്ഞു, അവർ തിരസ്കരിച്ചപ്പോൾ ജാതികളിലേക്ക് യവനന്മാരിലേക്ക് തിരിയുന്നു. അവിടെ ദൈവഭക്തനായ തീത്തോസ് യൂസ്തോസ് എന്നു പേരുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് വിശ്വസിക്കുന്നു. കൂടാതെ പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസ് എന്ന ഒരാളും പൗലോസ് പറഞ്ഞ സുവിശേഷ സന്ദേശം വിശ്വസിക്കുന്നു. പിന്നീട് കൊരിന്ത്യ ലേഖനത്തിൽ ഈ ക്രിസ്പോസിനെ പൗലോസ് തന്നെയാണ് സ്നാനപ്പെടുത്തിയത് എന്ന് നാം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. കാരണം യഹൂദന്മാരുടെ എതിർപ്പ് മൂലം പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പൗലോസിന്. ആ നിലയിൽ കൊരിന്തിൽ നിന്ന് ഓടിപ്പോകേണ്ട, കാരണം നിനക്കിവിടെ സുദീർഘമായ ഒരു ശുശ്രൂഷയാണ് ഉള്ളത് എന്ന് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് കൊരിന്തിൽ കുറേ അധികം സമയം താമസിക്കാൻ പൗലോസ് തീരുമാനിച്ചു. കൊരിന്തിൽ ഏതാണ്ട് 1.5 വർഷക്കാലം പൗലോസ് താമസിച്ചു. ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഒന്ന്, കൊരിന്തിലുള്ള സഭയുമായി പൗലോസിന് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളുമുണ്ടായിരുന്നു. എങ്കിലും ആ പ്രശ്നം ഉണ്ടായപ്പോഴും അവർ ചില കാര്യങ്ങൾ പൗലോസിനോട് എഴുതി ചോദിക്കുന്നതായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആത്മീയ സംശയങ്ങൾ പിന്നീടും ദൂരീകരിക്കുവാൻ പൗലോസ് തന്നെ വേണ്ടി വന്നു. അവർ പൗലോസിനോട് പല കാര്യങ്ങളെക്കുറിച്ചും എഴുതി ചോദിച്ചതായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ മറുപടി പൗലോസ് പറയുന്നുമുണ്ട്. പക്ഷേ അതിലുപരിയായി പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വലിയൊരു വ്യത്യാസമാണ് കൊരിന്തിലുണ്ടായത്. അതുവരെ
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു അവിടുത്തെ സിനഗോഗിൽ പ്രസംഗിക്കുന്നു, കുറേ ആളുകൾ വിശ്വസിക്കുന്നു, കുറേ ആളുകൾ എതിർക്കുന്നു, പൗലോസിന് അവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. എന്നാൽ കൊരിന്തിൽ അങ്ങനെയായിരുന്നില്ല. കൊരിന്തിൽ ഏതാണ്ട് 1.5 വർഷക്കാലം താൻ തുടർച്ചയായി താമസിച്ച് തുടർച്ചയായി ദൈവവചനം പഠിപ്പിച്ചു. ഈ 2 ശുശ്രൂഷകളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. ഒരു സ്ഥലത്ത് പോയി ചില ദിവസങ്ങൾ മാത്രം പ്രസംഗിച്ചിട്ട് ആ സ്ഥലം വിട്ട് വേറൊരിടത്തേക്ക് പോകുക എന്നത് പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം 2 ആഴ്ച ഒരു സ്ഥലത്ത് താമസിച്ചു, അല്ലെങ്കിൽ 3 ആഴ്ച താമസിച്ചു എന്നിരിക്കട്ടെ. ഈ 3 ആഴ്ചകളിൽ കൂടി വന്നാൽ 6 പ്രസംഗങ്ങൾ, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 6 പ്രസംഗങ്ങൾ പ്രസംഗിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ പ്രശ്നമായി, അവരവിടം വിട്ടു പോകേണ്ടി വരികയാണ്. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് പോകുന്നു. അവിടെയും യഹൂദന്മാരുടെ പള്ളിയിലാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച സ്ഥലത്തുള്ള അതേ പ്രസംഗങ്ങൾ ഈ പുതിയ സ്ഥലത്ത് അവർക്ക് ആവർത്തിക്കാം. പുതിയ ഒരു പ്രസംഗം തയ്യാറാക്കി അവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ പറയാം. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. കാരണം സ്ഥലത്ത് നാം ഒരു സന്ദേശം കൊടുത്തു, അത് എഫക്റ്റീവാണ്, ആളുകൾക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ അത് ആവർത്തിക്കുന്നത് കൊണ്ട്, വേറൊരു സ്ഥലത്ത് അത് ആവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ദൈവവചനം കേൾക്കണമല്ലോ. എല്ലാവരും കേൾക്കേണ്ട പല സത്യങ്ങളും ദൈവവചനത്തിലുണ്ട്. അത് പല സ്ഥലത്ത് പ്രസംഗിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. എന്നാൽ ഒരു സ്ഥലത്ത് 1.5 വർഷക്കാലം താമസിച്ച് ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ 6 പ്രസംഗം പോരാ. തുടർച്ചയായി സ്ഥിരമായി ദൈവവചനം പഠിപ്പിക്കേണ്ട ആവശ്യം അവിടെയുണ്ട്. അത് തയ്യാറെടുത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ ഐറ്റിനറന്റ് പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവർ പ്രസംഗിക്കും, അവരുടെ പ്രസംഗം ആളുകൾ കേൾക്കും, അതിനുശേഷം അവർ വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് ഒരു കുഴപ്പവുമില്ല, അതിന് ഞാൻ കുറ്റം പറയുകയല്ല. എന്നാൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ഇടയൻ ഒരു സഭയിൽ തന്നെ ദൈവവചനം പഠിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം വേറൊരു സ്ഥലത്തോട്ടും പോകുന്നില്ല, അദ്ദേഹം അവിടെ തന്നെയാണ്. എല്ലാ ആഴ്ചയും എന്ന പോലെ അദ്ദേഹം ബൈബിൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വളരെയധികം അധ്വാനിക്കേണ്ടി വരും. അധ്വാനമെന്ന് ഞാൻ പറഞ്ഞത് ദൈവവചനത്തിലുള്ള അധ്വാനമാണ്. കാരണം ഇന്ന് പ്രസംഗിച്ച കാര്യം തന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് പ്രസംഗിക്കാൻ പറ്റില്ല. അവിടെ അവരെ ക്രമമായി ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട്, പ്രിപ്പറേഷനുണ്ട്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കും. അത് അവരുടെ സഭയിലുള്ള ആളുകളുടെ ആത്മീയ നിലവാരത്തെ ബാധിക്കും. സ്ഥിരമായി ദൈവവചനം ഒരു സഭയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആ സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാകും. അവർ കാര്യങ്ങളിൽ അറിവുള്ളവരായിത്തീരും. നേരെ മറിച്ച് ചില പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അത് മാത്രം തിരിച്ചും മറിച്ചും പറഞ്ഞാൽ അവർക്ക് ദൈവവചനത്തിലുള്ള ഗ്രാഹ്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് ദൈവവചനം തുടർച്ചയായി പഠിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്, തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെയാണെങ്കിലും അത് ആ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുവാൻ ഇടയാകും. കൊരിന്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ താമസിച്ച് ദൈവവചനം പഠിപ്പിച്ചതുകൊണ്ട് കൊരിന്തിലെ സഭയ്ക്ക് പ്രയോജനമുണ്ടായി എന്ന് മാത്രമല്ല, പിന്നീട് കൊരിന്തിലെ സഭയ്ക്ക് താൻ എഴുതുന്ന കത്തുകൾ തൻ്റെ പഠിപ്പിക്കലുകളെ തൻ്റെ 2 എഴുത്തുകളിലും വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. താൻ അങ്ങനെ സ്ഥിരമായി ദൈവവചനം പഠിപ്പിച്ചതുകൊണ്ട് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്കും പ്രയോജനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ സ്ഥിരമായി പഠിപ്പിച്ച കാര്യങ്ങളും അതിൽ നിന്ന് അവർക്കുണ്ടായ സംശയങ്ങളുടെ ദൂരീകരണവും ആഴമേറിയ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ ഇന്നും സഹായിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പുതിയ നിയമത്തിൽ തിരുവഴുത്താഴ ശുശ്രൂഷയെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതിയത് പൗലോസാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും അത് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. ശരിയാണ്, ആ സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സുവിശേഷങ്ങളൊക്കെ എഴുതുന്നതിനും മുമ്പെയാണ് കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ട ഒരു ഉപദേശ വിഷയത്തെക്കുറിച്ച് ആദ്യമായി പൗലോസ് എഴുതുവാനുണ്ടായ കാരണം പൗലോസ് ആ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പഠിപ്പിച്ചു. അവർ ചെയ്ത
കാര്യങ്ങളിൽ ചില തെറ്റുണ്ടായിരുന്നു. അത് തിരുത്തുവാൻ വേണ്ടി പൗലോസ് അവർക്ക് കത്തെഴുതിയപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആധികാരികമായ അപ്പോസ്തോലികമായ ഒരു പഠിപ്പിക്കൽ നമുക്ക് ലഭിക്കാൻ ഇടയായി. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.